നമസ്കാരം. പി ജയരാജന്റെ മൊഴി അങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണ സംഘം പോയി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നല്ലേ, ആത്മകഥാ വിവാദം. ഇപ്പോൾ കട്ടൻ ചായയും പരിപ്പോടെയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിയ ആ ബോംബുണ്ടല്ലോ, വലിയൊരു ബോംബ്, ഈ പറയുന്ന പി ജയരാജനെ കുടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ബോംബെന്ന് തന്നെ പറയേണ്ടി വരും. തീർത്തും ഒരു സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ആ പുസ്തകത്തിന് ഇടാൻ പറ്റിയ പേരല്ല കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ അവഹേളിക്കുന്ന, അപഹസിക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാസ രൂപേണയുള്ള പേരാണ്. ആ പരിഹാസ രൂപേണയുള്ള ഒരു പേര് പി ജയരാജൻ തൻ്റെ പുസ്തകത്തിന് കൊടുക്കുമെന്ന് എന്തോ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല, നിങ്ങളുടെ കാര്യം അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ കൊടുക്കുക, അങ്ങനെ ഒരു പേരിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു, ഒരിക്കൽ പോലും പ്രസിദ്ധീകരണ അവകാശം നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന, പി ജയരാജൻ പറയുന്ന പബ്ലിഷേഴ്സ് DC ബുക്സ് ആ പുസ്തകത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാധ്യമപ്രവർത്തകർ കൈമാറ്റം ചെയ്യുന്നു. അത് കേരളമൊട്ടാകെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു, ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, അവിടെ വിവിധ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഒടുവിൽ പി കുറ്റക്കാരനാണ്, പി തുറന്നു പറയേണ്ട പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയുന്നു, അല്ലെ? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിവാദങ്ങൾ അവിടെ ഉണ്ടായ ആ സാഹചര്യത്തിലാണ് പി ജയരാജന്റെ മൊഴിയെടുത്തത്. താൻ പറഞ്ഞതെല്ലാം സത്യസന്ധമായ മൊഴികളാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജയരാജൻ. അദ്ദേഹം ആ വിവാദം ഉണ്ടായ സമയം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞാൻ എഴുതിയതല്ല, എൻ്റെ എഴുത്തല്ല ഇത് ഞാൻ ആർക്കും പകർപ്പവകാശം കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം നൽകിയിട്ടില്ല. അപ്പോൾ പറയുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകർ DC കൊടുത്തിട്ടുണ്ട്, DC അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പം DC കരാർ ഒപ്പിടാത്ത DC ബുക്സിൽ പബ്ലിക് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന ഈ പുസ്തകം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഷാ ശുദ്ധീകരണ ആവശ്യത്തിന് വേണ്ടി വേറൊരാൾക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇതിനകത്ത് പോയിട്ടില്ല. പിന്നെ ഈ ഒരു പേരിനകത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം പിയുടെ മൊഴിയാണ് എടുത്തിരിക്കുന്നത്. മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആ ഭാഗം ഒരിക്കലും താൻ എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒന്നാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ദിവസം തന്നെ പി ജയരാജനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായി വലിയൊരു തോതിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി കൊടുക്കാൻ പിണറായി വിജയന്റെ നോമിനിയായി അവിടെ ദല്ലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് നടത്തിയ ഒരാളാണ് പി ജയരാജൻ എന്നതടക്കം ഉള്ള പേരുദോഷം കേൾപ്പിച്ച ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടി കുറ്റക്കാരനാക്കിയ ഒരാളായിരുന്നു പി ജയരാജൻ. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ആക്കുളത്തെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ ഒരു അല്പനേരം 5 മിനിറ്റ് അദ്ദേഹത്തെ കണ്ടിരുന്നു. രാഷ്ട്രീയമായി യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം അദ്ദേഹം തന്നെ പുറത്തു പറയുകയും ചെയ്തിരുന്നു. വീണ്ടും അതേ നാണയത്തിൽ തന്നെ ഈ ഗൂഢാലോചനാ സംഘം പി ജയരാജനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ്. അതായത് ഇതുവരെ എഴുതാത്ത ഒരു പുസ്തകം, ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൽ പി ജയരാജൻ പാർട്ടിയെക്കുറിച്ചും ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഒക്കെ മോശമായി പരാമർശിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അതിനൊരു പുനർവ്യാഖ്യാനം ചമയ്ക്കുന്നു. ആ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു, ഒടുവിൽ വലിയ ചർച്ചകളിലേക്ക് എത്തുന്നു. ഏറ്റവും വലിയ കുറ്റക്കാരനായി, തെറ്റുകാരനായി പി ജയരാജൻ പാർട്ടിക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും അണികൾക്ക് മുമ്പിലും ചാർത്തപ്പെടുന്നു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് DC രവി ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മൊഴി നൽകിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം അന്നും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നത് അറിഞ്ഞുകൊണ്ട് DC ബുക്സും അതോടൊപ്പം മാതൃഭൂമി ബുക്സും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അത് സത്യമാണ്. പക്ഷേ ആരുമായും ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം ആർക്കും നൽകിയിട്ടില്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. DC ബുക്സ് അല്ല, മറിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നതാണ് തനിക്കിഷ്ടം എന്നുള്ള വിവരം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്ന് തന്നെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞിരുന്നതുമാണ്. സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നതെന്നും സത്യസന്ധമായ മൊഴിയാണ് താൻ നൽകിയിട്ടുള്ളത് എന്നും ഉള്ള വ്യക്തമായ സൂചനകളാണ് പി ജയരാജൻ നൽകിപ്പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖയുണ്ടാക്കൽ, ഗൂഢാലോചന തുടങ്ങിയവയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിനകത്ത് പി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യം അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട്
ഇത്രയും കാലം അടിയുറച്ച് വിശ്വസിച്ച സ്വന്തം പാർട്ടിയെ തേജോവധം ചെയ്യുകയും പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ട വഴിമരുന്നിട്ടു എന്നുള്ള തരത്തിലാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും താൻ എഴുതിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? ആര് വഴി ഉണ്ടായി? ആരാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത്? ഇങ്ങനെ ഏറ്റവും റബ്ബിഷ് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി അല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയാൻ പറ്റുന്ന ഈ പേര് എങ്ങനെയുണ്ടായി? കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പേരെങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പുസ്തകം ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേര്, ആത്മകഥയുടെ പേര് എങ്ങനെ ആയിരിക്കണമെന്ന് സാധാരണപ്പെട്ട അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും. ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരുമാതിരി സത്യം പറഞ്ഞാൽ മിമിക്രിക്കാർ അവരുടെ പരിപാടിക്ക് ഇടുന്ന ഏതോ ഒരു പേര് പോലെ, അത് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ ആ പുസ്തകത്തിൻ്റെ പേര് കേട്ടിട്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ എന്തിനേറെ സ്വപ്ന സുരേഷിൻ്റെ പുസ്തകത്തിന് പോലും ഉണ്ടായിരുന്നൊരു വെറൈറ്റി, ആ ഒരു ആത്മകഥയ്ക്ക് ഉണ്ടായിരുന്നൊരു വെറൈറ്റി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവശങ്കറിൻ്റെ പുസ്തകത്തിനും ആ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരിന്. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള പിന്നെ സ്വപ്ന സുരേഷ് എഴുതിയ പുസ്തകത്തിന് പോലും അങ്ങനെ പേരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ഇ പി ജയരാജനെ പോലെ ശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതുന്ന പുസ്തകത്തിന് ഈ കട്ടൻ ചായയും പരിപ്പൂടെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും മൊഴിയെടുപ്പ് കഴിഞ്ഞു, അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്ത് തന്നെ ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെയും രാഷ്ട്രീയ കേരളത്തിൽ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച ഗൂഢാലോചനക്കാർക്ക് തക്കതായ നടപടി തന്നെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പക്ഷം.